നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ നമ്മൾ കുറച്ചധികം നല്ല ടൈപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരും. അപ്പോൾ അതിന്റെ അടുത്ത ഒരു 3 പാർട്ടുകളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറെ നല്ല 3 ടൈപ്പുകളാണ്. അത്യാവശ്യം നമ്മുടെ PSC പരീക്ഷയിൽ സ്ഥിരം കണ്ടുവരുന്ന 3 ടൈപ്പുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തന്നെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, അൽഗ്രോ മാത്ത് PSC എന്ന് പറയുന്ന ചാനലാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. എന്തായാലും ആ ഒരു ചാനലിൽ കയറി നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ചെയ്തു നോക്കണം. ടെലഗ്രാം ചാനൽ ഉണ്ടാവും, ഉറപ്പായിട്ടും അത്രയും ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് മറക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. 15 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകും. എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. 15 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകും. എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യം നേരായ രീതിയിലും ചെയ്യാൻ പറ്റും. നേരായ നമ്മുടെ റേഷ്യോ അതിന്റെ പ്രൊപ്പോർഷൻ വെച്ച് നമുക്ക് നേരായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു എളുപ്പ വഴിയുണ്ട്. പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ നേരായ രീതിയെ പറയുള്ളൂ. നേരായ രീതി, അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ച് നേരായ രീതിയിൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം എളുപ്പ വഴി ഞാൻ പറയും. ഒന്നാമത്തെ ചോദ്യം മാത്രമേ ഞാൻ നേരായ രീതിയിൽ പറയും, ബാക്കിയുള്ള ചോദ്യങ്ങൾ ഷോർട്ട് കട്ടിലായിരിക്കും പറയും. ഓക്കെ അല്ലേ? അപ്പൊ നേരായ രീതിയിൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ, പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങ്. എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പോ നമുക്ക് അവരുടെ വയസ്സുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങുന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എന്തായിരിക്കും? 3 ആയിരിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. അവരുടെ വയസ്സുകളുടെ അംശം എന്ന് നമുക്ക് പറയാം, അത് 3:1 ആണ്. 3:1. ഇതിൽ നിന്ന് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ച്, അംശബന്ധവും അനുപാതവും വെച്ച് നമ്മൾ പറയണമെങ്കിൽ, അച്ഛന്റെ വയസ്സിനെ 3x എന്നും മകന്റെ വയസ്സിനെ 1x എന്നും പറയാം. ഓക്കെ ആണോ? അപ്പൊ അച്ഛന്റെ വയസ്സിന് എന്തെന്ന് പറയാം? 3x എന്നും മകന്റെ വയസ്സിനെ 1x എന്നും പറയാം. ഇനി സംഭവിക്കുന്നതാണ്, എത്ര വർഷം കഴിയുമ്പോൾ? 15 വർഷം കഴിയുമ്പോൾ. 15 വർഷം കഴിയും. ഇപ്പൊ അച്ഛന്റെ വയസ്സ് 3x, ഇപ്പൊ മകന്റെ വയസ്സ് എത്രയാണ്? 1x ആണ്. 15 വർഷം കഴിയുമ്പോൾ രണ്ടുപേർക്കും എത്ര വയസ്സ് വെച്ച് കൂടും? 15 വയസ്സ് വെച്ച് കൂടൂലേ? ആണേ. അപ്പൊ നമുക്ക് പറയാം, 15 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സെന്ന് പറഞ്ഞാൽ 3x + 15 എന്നും, 15 വർഷം കഴിയുമ്പോൾ മകൻ 1x തന്നെ ഇരിക്കൂല. മകന്റെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1x + 15, അതായത് x + 15 എന്നും പറയാം. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, ഇപ്പോ ഉള്ള അച്ഛന്റെ വയസ്സ് 3x എന്നും ഇപ്പോ ഉള്ള മകന്റെ വയസ്സിനെ 1x എന്നും പറഞ്ഞെടുക്കാം. ഇതിനകത്ത് 15 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം 3x + 15 എന്നും, 15 വർഷം കഴിയുമ്പോൾ മകന്റെ പ്രായം 1xന്റെ കൂടെ 15 കൂട്ടുമ്പോ x + 15 എന്നും പറയാം. ആണേ. ഇനി 15 വർഷം കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? 15 വർഷം കഴിയുമ്പോൾ സംഭവിച്ചതാണ്, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയായി എന്നല്ലേ? ഈ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിനെ റേഷ്യോ ആക്കുകയാണെങ്കിൽ, അതായത് 3x + 15 x + 15 റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുന്നതാണ്. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 2 ആയിരിക്കും. റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2:1 ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, 15 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ റേഷ്യോ എന്തായിട്ട് മാറി? 2:1 ആയിട്ട് മാറി. കാരണം എന്താണ്? 15 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയായി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്ത് നമ്മൾ അത് എങ്ങനെയൊക്കെ പഠിക്കാറുണ്ട്. അതായത് A:B
എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ ഒന്നാമത്തതും നാലാമത്തതും തമ്മിൽ ഗുണിക്കുന്നത് രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഗുണിക്കുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് എ ഡി ഈക്വൽ ടു ബി സി എന്ന് പറയാം. അപ്പൊ ഒന്നും കൂടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഒന്നാമത്തതും നാലാമത്തതും തമ്മിൽ ഗുണിക്കുന്നത് രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഗുണിക്കുന്നത് എന്താണ്? തുല്യമായിരിക്കും. അതനുസരിച്ച് നമുക്ക് പറയാം ഈ ഒരു സെറ്റപ്പിലല്ലേ ഈ സാധനം കിടക്കുന്നത്. ഒന്നാമത്തതും നാലാമത്തതും തമ്മിൽ ഗുണിക്കും. 1 × 3x + 15 അത് എത്ര തന്നെയാണ്? 3x + 15 ഈക്വൽ ടു രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഗുണിക്കുന്നതും സെയിം ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ 2 × x + 15 എന്ന് പറയാം. ആണേ വീണ്ടും 3x + 15 ഈക്വൽ ടു 2 × x 2x പ്ലസ് 2 × 15 30 എന്ന് പറയാം. ഈ 2x ഇടതുവശത്ത് വരുമ്പോ എന്ത് സംഭവിക്കും? 3x - 2x ഈക്വൽ ടു ഇവിടെ ഒരു 30 ഉണ്ട്. ഈ 15 ഇടതുവശത്ത് വരുമ്പോ -15 എന്നാണ്. ഓക്കെ ആണ്. വീണ്ടും 3x ന്ന് 2x കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും x ഈക്വൽ ടു 30 - 15 15 എന്ന് പറയും. അപ്പൊ നമുക്ക് x ന്റെ വില കിട്ടി. x എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറയും? 15 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സല്ലേ? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സിന് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ എടുത്തേ? 3x എന്ന് പറഞ്ഞാണ് എടുത്തത്. 3x എന്ന് പറഞ്ഞാൽ എടുത്തേ. x 15 ആണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ 3 × 15 നമ്മൾ പറയും 45. അച്ഛന്റെ പ്രായം എത്ര എന്ന് പറഞ്ഞിട്ട് 45 എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ പ്രായം 45 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണ്. ഇതാണ് നേരായി നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ച് ചെയ്യണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് എഴുതി എക്സ് ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്ത് മാത്രമേ നമുക്ക് ആൻസർ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കത് വേണ്ട. നമുക്ക് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ടായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ റേഷ്യോ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള കാര്യങ്ങൾ റേഷ്യോ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യും. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് വേണ്ട. നമ്മൾ ഷോർട്ടായിട്ട് അങ്ങ് പറയും. തന്നിട്ടുള്ള കാര്യം അച്ഛനുണ്ട് അല്ലെ? അച്ഛനുണ്ട്, മകനുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങെന്നല്ലേ നേരത്തെ പറഞ്ഞതുപോലെ. മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതായത് അവരുടെ റേഷ്യോ 3:1 എന്ന് പറയാൻ പറ്റും. ആണ്. അപ്പൊ ഇത് എപ്പോഴുള്ളതാണ്? ഇപ്പൊ ഉള്ള കണ്ടീഷൻ അല്ലേ? പ്രസന്റ് കണ്ടീഷൻ അല്ലേ? ഇപ്പൊ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ എന്ന് അറിയാൻ ഞാൻ ഇപ്പത്തെ ഒരു പി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രസന്റ് കണ്ടീഷൻ ആണ്. അത് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇപ്പോഴച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങെന്ന് അറിയാൻ വെറുതെ പ്രസന്റ് കണ്ടീഷൻ എന്ന് അറിയാൻ ഞാൻ എന്ത് ഇട്ടുള്ളൂ? പി എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 15 വർഷം കഴിയുമ്പോൾ അതായത് ആഫ്റ്റർ 15 ഇയേഴ്സ് എന്നല്ലേ? അപ്പൊ 15 ഇയേഴ്സ് ആഫ്റ്റർ ഞാൻ അറിയാൻ വേണ്ടി 15 വർഷം കഴിയുമ്പോൾ എന്നറിയാം. ചിലവർ ഇതിനകത്ത് പ്ലസ് ഒക്കെ ഇട്ട് പറയും. ശരി, ഞാനിവിടെ ആഫ്റ്റർ 15 ഇയേഴ്സ് എന്ന് അറിയാൻ വേണ്ടി 15A എന്ന് പറയും. 15 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുന്നല്ലേ? മകൻ 1 ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇരട്ടിയാകുന്ന പറഞ്ഞിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ ഒന്നുകൂടെ 15 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന് ഇരട്ടിയാകും. ഇത്രയും എഴുതാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഒന്നും കൂടെ ഇപ്പോഴാണെങ്കിൽ പ്രസന്റ് കണ്ടീഷനിൽ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. ഇനി 15 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 15 ഇയേഴ്സ് എന്താ സംഭവിക്കുക? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകും എന്നാ പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രന്നല്ലേ? അപ്പൊ ഫാദറിന്റെ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ അച്ഛന്റെ ഇപ്പോഴത്തെ റേഷ്യോ ഇപ്പോൾ ഉള്ള റേഷ്യോ അത് എത്രയാണ്? 3. ഒരു വിഷയം ഇൻഡു തൊട്ട് താഴെയുള്ള 2 നമ്പേഴ്സ് അല്ലെ? ഈ 2 നമ്പേഴ്സിന്റെ വ്യത്യാസം. അപ്പൊ ഒന്നും കൂടെ തൊട്ട് താഴെയുള്ള സംഖ്യകളുടെ വ്യത്യാസം 2ന്റെയും 1ന്റെയും വ്യത്യാസം അതായത് 1 ഇൻഡു എത്ര വർഷം കഴിയുമ്പോൾ? 15 വർഷം കഴിയുമ്പോൾ. അപ്പൊ ഇൻഡു 15. അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ കാര്യം അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം അറിയാൻ അച്ഛന്റെ ഇപ്പോഴത്തെ റേഷ്യോ 3. തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1. എത്ര വർഷം കഴിയുമ്പോ? 15 വർഷം കഴിയുമ്പോൾ.
ഹോൾ ഡിവൈഡഡ് ബൈ ഇവന്മാരെ ക്രോസ് ചെയ്ത് വ്യത്യാസം എടുത്ത് താഴെ. അപ്പൊ ഒന്നും കൂടെ ഇവന്മാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്ത് വ്യത്യാസം എടുത്ത് താഴെ. 3 ഇൻറ്റു 1 3, 2 ഇൻറ്റു 1 2, 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം, അച്ഛന്റെ ഇപ്പോഴത്തെ റേഷ്യോ, തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം എത്ര വർഷം കഴിയുമ്പോൾ? 15 വർഷം കഴിയുമ്പോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം എടുത്ത് താഴെ കഴിയും. ഒന്നല്ലേ 3 ഇൻറ്റു 15 നമ്മുടെ ആൻസർ കിട്ടി 45 45 45. അതായത് അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? ഇത് തന്നെയല്ലേ നമുക്ക് തൊട്ട് മുന്നേ കിട്ടിയത്. അതിന്റെ ആവശ്യമുണ്ടോ? എക്സൊക്കെ ഇട്ട് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പെട്ടെന്ന് ഈ ഒരു സെറ്റപ്പ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്ന പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കൊടുക്കാൻ പറ്റും. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ മകൻ, നമ്മുടെ ചോദ്യം അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം കാണുകയാണ്, മകന്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചെങ്കിൽ, സണ്ണിന്റെ മകന്റെ ഇപ്പോഴത്തെ പ്രായം ചോദിച്ചു എങ്ങനെ പറയാം? മകന്റെ ഇപ്പോഴത്തെ റേഷ്യോ 1 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 2 1 തമ്മിലുള്ള വ്യത്യാസം 1 ഇൻറ്റു എത്ര വർഷം കഴിയുമ്പോൾ? 15 വർഷം കഴിയുമ്പോൾ. അപ്പൊ ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1. എല്ലാം ഒന്നല്ലേ? മകന്റെ ഇപ്പോഴത്തെ പ്രായത്തിലാണെന്ന് ചോദിച്ചാൽ അത് എത്രയായിരിക്കും? അത് 15. നമ്മുടെ ആൻസർ എന്താണ്? ചോദ്യത്തിന്റെ ആൻസർ 45. ഓക്കെ അല്ലേ? അപ്പോ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്കിത് അത്യാവശ്യം സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് അല്ലെ, അത്യാവശ്യം റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു ടൈപ്പാണ്. നന്നായിട്ട് മനസ്സിലാക്കുക. 1-2 ചോദ്യങ്ങൾ ചെയ്തിട്ട് അടുത്ത ടൈപ്പിലോട്ട് നോക്കാം. അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ്. 4 വർഷം കഴിഞ്ഞാൽ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായി മാറും. എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ശരി, അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ഇവിടെയും അച്ഛനും മകനും തന്നെയാണ്. അപ്പോ ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 4. ചുരുക്കി പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 4:1 എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒന്നും കൂടെ അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ്. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 4 മടങ്ങ്. ഇനി വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് അറിയാൻ വീണ്ടും നമ്മൾ എന്ത് കഴിയും? ഇപ്പോഴത്തെ കണ്ടീഷൻ, പ്രസന്റ് കണ്ടീഷൻ, വെറുതെ നമുക്കറിയാൻ വേണ്ടി മാത്രം പ്രസന്റ് കണ്ടീഷൻ എന്ന് അറിയാൻ ഞാൻ എന്ത് ചെയ്തു? പി എന്ന് പറയും. ഇനി പറഞ്ഞു വരാം. അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? 4 വർഷം കഴിഞ്ഞാൽ, 4 വർഷം കഴിഞ്ഞാൽ, അതായത് ആഫ്റ്റർ 4 ഇയേഴ്സ്, ഞാൻ 4 വർഷം ആഫ്റ്റർ 4 വർഷം കഴിഞ്ഞാൽ, ഓക്കെയാണ്. ചിലർ അതിന്റെ അത് +4 എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, നമുക്കറിയാൻ വേണ്ടി. 4 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാവും. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതായത് 4 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിന്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:1 ആയി മാറും. 3:1 ആയി മാറും. ഓക്കെയാണ്. അപ്പൊ ഒന്നും കൂടെ, ഇപ്പോ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ്. 4 വർഷം കഴിഞ്ഞാൽ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായിട്ട് മാറും. നമ്മുടെ ചോദ്യം എന്താണ്? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ മകന്റെ ഇപ്പോഴത്തെ റേഷ്യോ അതെത്രയാണ്? 1 ഇൻറ്റു പറ തൊട്ട് താഴെയുള്ള സംഖ്യകളുടെ വ്യത്യാസം, 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 2 ഇൻറ്റു എത്ര വർഷം കഴിയുമ്പോൾ? 4 വർഷം കഴിയുമ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം എടുത്ത് താഴെ. ഇവന്മാരുടെ വ്യത്യാസം ക്രോസ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1 4, 3 ഇൻറ്റു 1 3, 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 1. 2 ഇൻറ്റു 4 നമുക്ക് കിട്ടി. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 8 എന്ന് പറയാൻ പറ്റും. ഓക്കെയാണ്. അപ്പൊ ഒന്നും കൂടെ, മകന്റെ ഇപ്പോഴത്തെ വയസ്സ് അറിയാൻ മകന്റെ ഇപ്പോഴത്തെ റേഷ്യോ അല്ലെ പ്രസന്റ് റേഷ്യോ 1, തൊട്ട് താഴെയുള്ള സംഖ്യകളുടെ വ്യത്യാസം 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 2. ഇനി എന്താ പറയുന്നത്? എത്ര വർഷങ്ങൾക്ക് ശേഷം? 4 വർഷങ്ങൾക്ക് ശേഷം ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ. ഇനി നമ്മുടെ ചോദ്യം അച്ഛന്റെ പ്രായമാണ് ചോദിച്ചതെങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം അറിയാം. നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ 8 ആണ്. ഇനിയിപ്പോ അച്ഛന്റെ പ്രായം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അച്ഛന്റെ ഇപ്പോഴത്തെ റേഷ്യോ അത് 4 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 2 ഇൻറ്റു എത്ര വർഷം കഴിയുമ്പോൾ? 4 വർഷം കഴിയുമ്പോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം 1. 4 ഇൻറ്റു 4
16. 16 ഇൻറ്റു 2 നമുക്ക് കിട്ടും. എത്രാന്ന് കിട്ടും? 32 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ്? മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്നാണ്. നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അനുവിന്റെ വയസ്സ് മനുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. 8 വർഷം കഴിഞ്ഞാൽ അനുവിന്റെ വയസ്സ് മനുവിന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് എങ്കിൽ ഇപ്പോൾ മനുവിന്റെ വയസ്സ് എത്ര എന്നാണ്. അപ്പൊ നമ്മുടെ കഥാപാത്രങ്ങൾ ആരാണ്? അനുവുണ്ട്, മനുവുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അനുവിന്റെ വയസ്സ് മനുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടി എന്നാണ്. അനുവിന്റെ വയസ്സ് മനുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടി. അതായത് മനു 1 ആണെങ്കിൽ അനു എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇതെന്താണ്? ഇത് ഇപ്പോൾ ഉള്ള കണ്ടീഷനാണ്. പ്രസന്റ് കണ്ടീഷൻ എന്നറിയാൻ പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 8 വർഷം കഴിഞ്ഞാൽ, അതായത് ആഫ്റ്റർ 8 ഇയേഴ്സ്, 8 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അനുവിന്റെ വയസ്സ് മനുവിന്റെ വയസ്സിന്റെ ഇരട്ടിയാകുന്നല്ലേ. മനു 1 ആണെങ്കിൽ അനു എത്രയായിരിക്കും? 2 ആയിരിക്കും. അതായത് 8 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 2:1 ആയിരിക്കും. 2:1 ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ, ഇപ്പൊ അനുവിന്റെ വയസ്സ് മനുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. 8 വർഷം കഴിഞ്ഞാൽ അത് ഇരട്ടിയാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ ഇപ്പോൾ ആരുടെയാ? മനുവിന്റെ വയസ്സ് എത്ര എന്നാണ്. ഇപ്പോൾ ഉള്ള പ്രസന്റ് കണ്ടീഷനുള്ള മനുവിന്റെ വയസ്സ് എത്ര എന്നാണ്. മനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് അറിയാൻ മനുവിന്റെ ഇപ്പോഴത്തെ റേഷ്യോ 1 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം. 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം 1 ഇൻറ്റു എത്ര വർഷം കഴിയുമ്പോൾ? 8 വർഷം കഴിയുമ്പോൾ ഇൻറ്റു 8 ഓൾ ഡിവൈഡ് ബൈ ക്രോസ് ചെയ്ത വ്യത്യാസം 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1. 1 ഇൻറ്റു 8 നമുക്ക് കിട്ടി 8 എന്ന് പറയാം. നമ്മുടെ ആൻസർ 8, ഓപ്ഷൻ സി 8 എന്ന് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്തു വരാൻ പറ്റിയാണോ? ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ നമ്മൾ അനുവിന്റെ പ്രായം ചോദിച്ചാലോ നമുക്ക് എങ്ങനെ പറയാം? അനുവിന്റെ വയസ്സാണ്. അനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും? അനുവിന്റെ ഇപ്പോഴത്തെ റേഷ്യോ ആയ 3 ഇൻറ്റു തൊട്ട് താഴെ നമ്പേഴ്സിന്റെ വ്യത്യാസം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1 ഇൻറ്റു എത്ര വർഷം കഴിയുമ്പോൾ? 8 വർഷം കഴിയുമ്പോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത വ്യത്യാസം പറയുമ്പോൾ 1. നമ്മുടെ ആൻസർ 3 ഇൻറ്റു 8 എത്രാന്ന് പറയാം? 24 വയസ്സെന്ന് പറയാം. ഓക്കെ ആണോ? ഇതെല്ലാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, 8 ആണ്. ഇനി ഇൻ കേസ് അനുവിന്റെ വയസ്സ് ചോദിച്ചാൽ നമുക്ക് പറയാം 24. മനുവിന്റെ വയസ്സാണെങ്കിൽ എത്രയായിരിക്കും? 8 ആയിരിക്കും. ഇനി ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്കറിയാം 8. ഇനി നമ്മുടെ ചോദ്യം 5 വർഷം കഴിയുമ്പോൾ മനുവിന്റെ വയസ്സ് എത്രയായിരിക്കും? 8ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 13 ആയിരിക്കും. 5 വർഷത്തിന് മുമ്പേ ഉള്ള മനുവിന്റെ പ്രായം എത്ര? അല്ലെ, ഇപ്പോൾ ഉള്ളത് 8 ആണെങ്കിൽ 5 വർഷത്തിന് മുമ്പേ എത്രയായിരിക്കും? 3 വയസ്സായിരിക്കും. 10 വർഷത്തിന് ശേഷമുള്ള മനുവിന്റെ വയസ്സ് എത്ര? ഇപ്പൊ 8 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 18 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇപ്പോൾ ഉള്ള പ്രായം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും, അങ്ങോട്ടുള്ളതോ ആഫ്റ്റർ ഉള്ളതോ അല്ലെ പിന്നീടുള്ളതോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരി, നമ്മൾ ചെയ്തു വന്ന അതേ മോഡലുള്ള അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. രാജുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. 10 വർഷം കഴിഞ്ഞാൽ രാജുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാകും. ഇപ്പോൾ രാമുവിന്റെ വയസ്സ് എത്രയാണ്? ശരി, അപ്പൊ നമ്മുടെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? രാജുവും രാമുവും അല്ലേ? അപ്പൊ ഞാൻ രാജു രാമു ആണേ. എന്താ പറഞ്ഞിരിക്കുന്നത്? രാജുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 5 മടങ്ങെന്നല്ലേ. രാജുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 5 മടങ്ങ്. അതായത് രാമു 1 ആണെങ്കിൽ രാജു 5 ആയിരിക്കും. നമ്മൾ പറയും അവരുടെ വയസ്സുകളുടെ അംശബന്ധം 5:1. ഇപ്പോൾ ഉള്ള അവരുടെ വയസ്സുകളുടെ അംശബന്ധം 5:1. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, രാജുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 10 വർഷം കഴിഞ്ഞാൽ, ആഫ്റ്റർ 10 ഇയേഴ്സ്, 10 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാജുവിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാവുന്നല്ലേ. രാമു 1 ആണെങ്കിൽ രാജു 3 മടങ്ങായിരിക്കും. ഓക്കെ ആണോ? തന്നിട്ടുള്ള കാര്യം അതേപോലെ എഴുതിയില്ലേ? ഇനി പറ, എന്താ നമ്മുടെ ചോദ്യം? ഇപ്പോൾ രാമുവിന്റെ വയസ്സ് എത്രയാണെന്നല്ലേ. രാമുവിന്റെ ഇപ്പൊ പ്രസന്റ് കണ്ടീഷനിലുള്ള രാമുവിന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ രാമുവിന്റെ ഇപ്പോഴത്തെ റേഷ്യോ ആയ 1 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 3ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അതെത്രയാണ്? അത് 2 ആണ്. 2 ഇൻറ്റു എത്ര വർഷങ്ങൾ കഴിയുമ്പോൾ? 10 വർഷം കഴിയുമ്പോൾ ഇൻറ്റു 10 ഹോൾ ഡിവൈഡഡ് ബൈ
ക്രോസ് ചെയ്ത് വ്യത്യാസം എടുക്കും. 5 ഇൻറ്റു 1 5, 3 ഇൻറ്റു 1 3, 5 3 തമ്മിലുള്ള വ്യത്യാസം 2. ഈ 2 പോയി, ഈ 2 പോയി. 1 ഇൻറ്റു 10 നമുക്ക് കിട്ടി. നമ്മുടെ ആൻസർ 10 10 ഓപ്ഷൻ എ 10 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോ ഇപ്പോ ഉള്ള രാമുവിന്റെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 എന്നാണ്. ഈ ഒരു സെറ്റപ്പിൽ എഴുതാൻ പഠിച്ചാൽ, നല്ല വൃത്തിക്ക് പഠിച്ചാൽ, നമുക്ക് ഈ സിമ്പിൾ ആയിട്ട്, ഇനി 10 വർഷത്തിന് മുമ്പേ ഉള്ളതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാം. 10 വർഷത്തിന് മുമ്പേ ഉള്ളത്, 10 വർഷത്തിന് ശേഷമുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പോ ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കേണ്ട ഈ ഒരു രീതി നമ്മൾ നല്ല രീതി കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലേ ഇത് നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, എങ്കിലേ നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ശരത്തിന്റെയും മനുവിന്റെയും വയസ്സുകളുടെ അംശബന്ധം 8:15 ആണ്. 9 വർഷം കഴിയുമ്പോൾ അത് 11:18 ആകും. എങ്കിൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എത്രയാണ്? അപ്പൊ ഒന്നും കൂടെ, അപ്പൊ രണ്ടുപേരുണ്ട്, ശരത്തും മനുവാണ്. അപ്പൊ നമുക്ക് പറയാം, ശരത്തിന്റെയും മനുവിന്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അത് 8:15 ആണ്. 8:15 എന്ന് വെച്ചാൽ അവരുടെ ഇപ്പോഴുള്ള വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ അത് 8:15 ആണ്. പ്രസന്റ് കണ്ടീഷൻ അങ്ങനെയല്ലേ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 9 വർഷം കഴിയുമ്പോൾ, അതായത് 9 ഇയേഴ്സ് ആഫ്റ്റർ, അല്ലെങ്കിൽ ആഫ്റ്റർ 9 ഇയേഴ്സ്, 9 വർഷം കഴിയുമ്പോൾ അത് 11:18 ആകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. 11:18 ആകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ, ഇപ്പൊ ശരത്തിന്റെയും മനുവിന്റെയും വയസ്സുകളുടെ അംശബന്ധം 8:15. ഒരു 9 വർഷം കഴിയുമ്പോൾ അത് 11:18 ആയിട്ട് മാറും. ഇനി നമുക്ക് ഇതിന്റെ അത് ശരത്തിന്റെ വയസ്സ് കാണുക, അല്ലെങ്കിൽ മനുവിന്റെ വയസ്സ് എത്ര എന്നല്ല ചോദ്യം. ചോദ്യം എന്താണ്? എങ്കിൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എത്ര എന്നാണ്. വയസ്സുകളുടെ വ്യത്യാസം എത്രയാണ് എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ശരത്തിന്റെ വയസ്സ് നമുക്ക് കാണാൻ അറിയാം, മനുവിന്റെ വയസ്സ് നമുക്ക് കാണാൻ അറിയാം. ശരി, പറഞ്ഞു വരാം. ശരത്തിന്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ, ശരത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് അറിയാൻ ശരത്തിന്റെ ഇപ്പോഴത്തെ റേഷ്യോ ആയ 8 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 11ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 7 ഇൻറ്റു എത്ര വർഷം കഴിയുമ്പോൾ? 9 വർഷം കഴിയുമ്പോൾ ഇൻറ്റു 9 എഴുതാറിയാമേ. ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം പറഞ്ഞാൽ മതി. ക്രോസ് ചെയ്ത് വ്യത്യാസം, ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യണം, വ്യത്യാസം പറയണം. ശരി, 18 ഇൻറ്റു 8 നമുക്ക് പറഞ്ഞു വരാം. 18 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 8 8 64, 6 ഇവിടെ എഴുതി. 1 ഇൻറ്റു 8 8 മാറും 14, നമുക്ക് കിട്ടി 144. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ 15 ഇൻറ്റു 11 ചെയ്യുമ്പോൾ 15 ഇൻറ്റു നമുക്കറിയാം 165 ആണ്. ഇൻറ്റു 11 ചെയ്യുമ്പോൾ 5 1 5 1 നമുക്ക് എത്രാന്ന് കിട്ടി? 165. അപ്പൊ ഒന്നും കൂടെ, ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് 144, ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് 165 കിട്ടി. ഇവരുടെ വ്യത്യാസം 144 165 തമ്മിലുള്ള വ്യത്യാസം 44 54 64 എത്രാന്ന് കിട്ടും? 21 എന്ന് പറയുന്നത് 21. ഓക്കെയാണ്. അപ്പൊ ഒന്നും കൂടെ, ഈ പറഞ്ഞ ശരത്തിന്റെ ഇപ്പോഴത്തെ വയസ്സ് അറിയാൻ ശരത്തിന്റെ ഇപ്പോഴത്തെ റേഷ്യോ ആയ 8 എഴുതി. തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 7 എഴുതി. ഇനി എത്ര വർഷത്തിന് ശേഷം? 9 വർഷത്തിന് ശേഷം. ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം കണ്ടുപിടിച്ചു, അത് 21 എന്ന് പറയാൻ കിട്ടി. ആണ് കേട്ടോ. 7 ഒരു പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, 3 ഒരു പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം. 8 ഇൻറ്റു 3 നമുക്ക് കിട്ടി 24. ഓക്കെയാണോ? അതായത് ശരത്തിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 വയസ്സാണ്. 24 വയസ്സാണ്. ഇതേപോലെ നമുക്ക് ആരുടെയും പറയാൻ പറ്റും, മനുവിന്റെതും പറയാൻ പറ്റും. മനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ, മനുവിന്റെ ഇപ്പോഴത്തെ റേഷ്യോ ആയ 15 തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം, അതായത് 7 ഇൻറ്റു എത്ര വർഷത്തിന് ശേഷം? 9 വർഷത്തിന് ശേഷം. ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം പറയുമ്പോൾ നമുക്ക് കിട്ടി, അത് 21 ആണ്. 7 ഒരു പ്രാവശ്യം, 21 3 പ്രാവശ്യം, 3 ഒരു പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം. 15 ഇൻറ്റു 3 നമുക്ക് കിട്ടി 45 എന്ന് പറയുന്നത്. ശരി, നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ അവരുടെ വയസ്സുകളുടെ വ്യത്യാസമല്ലേ? ശരത്തിന്റെ വയസ്സ് 24 എന്നും മനുവിന്റെ വയസ്സ് നമുക്ക് 45 കിട്ടി.
അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 45 മൈനസ് 24 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും 21. ഓപ്ഷൻ ബി എന്ന് പറയാം. ഓപ്ഷൻ ബി എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഇപ്പൊ ചെയ്തു വരുന്ന സെയിം തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം ചോദ്യത്തിൽ വന്നു. അവരുടെ വയസ്സുകളുടെ വ്യത്യാസം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയായിരുന്നു. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അങ്ങനെയാണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ശരി, പറഞ്ഞു വരാം. ഇപ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അച്ഛനുണ്ട്, മകനുണ്ട്, ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. ഇപ്പോൾ പ്രസന്റ് കണ്ടീഷൻ ആഡ് ചെയ്യാൻ പി എന്ന് എഴുതി. പ്രസന്റ് കണ്ടീഷൻ എന്താണ്? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങ് എന്നല്ലേ, 3 ഇരട്ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 3 ഇരട്ടി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പൊ നമുക്ക് പറയാം മകൻ 1 ആണെങ്കിൽ അച്ഛൻ എന്തായിരിക്കും? 3 ആയിരിക്കും. അതായത് അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:1 ആയിരിക്കും. 3:1 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ, ഇപ്പോ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 ഇരട്ടിയാണ്. അതായത് അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 3:1 ആയിരിക്കും. ഇനി അടുത്ത് എന്താ പറയുന്നത്? 6 വർഷങ്ങൾക്ക് മുമ്പ്, 6 അല്ലെ, തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം എന്താണ്? 6 വർഷങ്ങൾക്ക് ശേഷം, 8 വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെയല്ലേ ഇതെന്താണ്? 6 വർഷങ്ങൾക്ക് മുമ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം 6 years before. 6 വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവം? 6 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടി. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 5 ആയിരിക്കും. അവരുടെ വയസ്സുകളുടെ അംശബന്ധം 6 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു? 5:1 ആയിരുന്നു എന്നാണ്. ഓക്കെ അല്ലേ? ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ പഠിച്ചു പറഞ്ഞ കാര്യം തന്നെ. ഇവിടെ 6 വർഷത്തിന് ശേഷമായിരുന്നാലും 6 വർഷത്തിന് മുമ്പേ ആയിരുന്നാലും വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ ചെയ്ത സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ ആൻസർ കൊടുത്തു ആണേ. ശരി, പറഞ്ഞു വരാം. നമ്മളെ ചോദ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ്, ഇപ്പോ ഉള്ള മകന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ ഇപ്പോ ഉള്ള മകന്റെ റേഷ്യോ ആയ 1 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 5ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് 4 ഇൻറ്റു എത്ര വർഷങ്ങൾക്ക് മുമ്പേ? 6 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പൊ ഇൻറ്റു 6. അത് ശേഷമായിരുന്നാലും മുന്നേ ആയിരുന്നാലും ഒരു വിഷയമില്ല. 6 വർഷങ്ങൾക്ക് മുമ്പേ ഓൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം പറയണം. ക്രോസ് ചെയ്ത് വ്യത്യാസം പറയുമ്പോൾ 3:1 3, 5:1 5, 5ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 2 കഴിഞ്ഞു. 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം. 2:6 നമുക്ക് കിട്ടും 12. 12 നമ്മുടെ ആൻസർ കിട്ടി. മകന്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 വയസ്സാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കും, അയ്യോ ഇത്ര വർഷത്തിന് മുമ്പ് അല്ല ഇത്ര വർഷം, ഒരു വിഷയമില്ല. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഷോർട്ട് കട്ട് അത് തന്നെയാണ്. അത് മുമ്പേ ആയിരുന്നാലും ശരി തന്നെയാണ്, ശേഷം ആയിരുന്നാലും ശരി തന്നെയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. അപ്പോ ചോദ്യം ഇങ്ങനെയാണ്: ബാബുവിന്റെ വയസ്സ് സാബുവിന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്. 3 വർഷം മുമ്പ് അവരുടെ വയസ്സിന്റെ അംശബന്ധം 15:7 ആയിരുന്നു. എങ്കിൽ ബാബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെങ്കിൽ ബാബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്ടാ എന്നാണ് ചോദ്യം. ശരി, വേറെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന രീതി വെച്ച് നമ്മൾ അങ്ങ് ചെയ്തു പോകും. അപ്പൊ ബാബു ഉണ്ട്, സാബു അല്ലേ പറഞ്ഞിരിക്കുന്നത്? ബാബു ഉണ്ട്, സാബു ഉണ്ട്. ഇനി എന്താ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബാബുവിന്റെ വയസ്സ്. ഇപ്പൊ പ്രസന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബാബുവിന്റെ വയസ്സ് സാബുവിന്റെ വയസ്സിന്റെ ഇരട്ടി എന്നല്ലേ. സാബു 1 ആണെങ്കിൽ ബാബു എത്രയായിരിക്കും? 2 ആയിരിക്കും. അതായത് അവരുടെ വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ 2:1 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ, ഇപ്പോൾ ഉള്ള അവസ്ഥ ബാബുവിന്റെ വയസ്സ് സാബുവിന്റെ വയസ്സിന്റെ ഇരട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി 3 വർഷം മുമ്പേ 3 years before, 3 വർഷം മുമ്പേ എന്താ സംഭവം? അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ എത്രയാണ്? അത് 15:7 ആണ്. അപ്പൊ ഒന്നും കൂടെ, 3 വർഷത്തിന് മുമ്പേ ഉള്ള അവരുടെ റേഷ്യോ അത് 15:7 ആണ്. നമ്മളെ ചോദ്യം നോക്കാം. എങ്കിൽ ബാബുവിന്റെ
ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്. ബാബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ശരി, പറഞ്ഞു വരാം. ബാബുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് അറിയാൻ ബാബുവിന്റെ ഇപ്പോഴത്തെ റേഷ്യോ ആയ 2 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 15ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 8 ഇൻറ്റു എത്ര വർഷത്തിന് മുമ്പേ, 3 വർഷത്തിന് മുമ്പേ, ഡിവൈഡഡ് ബൈ, ഇത്രയും കാര്യങ്ങൾ എഴുതാറിയല്ലോ, ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത വ്യത്യാസം 2 ഇൻറ്റു 7 14, 1 ഇൻറ്റു 15 15, 15ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 1 കഴിഞ്ഞു. 2 ഇൻറ്റു 8 16, 16 ഇൻറ്റു 3 നമുക്ക് പറയാം 48. അതായത് ബാബുവിന്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ എത്ര വയസ്സാണ്? 48 വയസ്സാണ്. സിമ്പിൾ ആയിട്ട് കണ്ടോ, കുറച്ച് സെക്കൻഡുകൾ മാത്രം മതി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ അത് ആ ഒരു സെറ്റപ്പിൽ നമ്മൾ എഴുതാനായിട്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് നമ്മൾ അല്ലാതെ നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കുറെ എക്സ് ഒക്കെ ഇട്ട് കുറെ അധികം സ്റ്റെപ്പുകളിൽ കൂടെ നമ്മൾ ചെയ്തു പോകും. അതിന്റെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ നമുക്ക് ചെയ്ത് ആൻസർ കിട്ടാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 5 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 ഇരട്ടിയാണ് എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? നമ്മൾ നേരത്തെ ചെയ്തു വന്ന രീതിയിൽ ഒരു ചെറിയൊരു മാറ്റം നേരെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു. ആദ്യം 5 വർഷത്തിന് മുമ്പേയുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 വർഷത്തിന് മുമ്പേ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തെന്താ പറയുന്നത്? ഇന്ന് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പ്രസന്റ് കണ്ടീഷൻ ആദ്യം പറഞ്ഞു തുടങ്ങാം. അപ്പൊ ഇവിടെ ഫാദർ ഉണ്ട്, സൺ ഉണ്ട്. പ്രസന്റ് കണ്ടീഷൻ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങ്. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ 4 മടങ്ങ്. അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 4:1 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ, ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. 4 മടങ്ങ്. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ സെന്റൻസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 വർഷം മുമ്പേ, 5 years before, 5 വർഷം മുമ്പേ സംഭവിച്ചെന്താണ്? അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 9 മടങ്ങായിരുന്നു. അതായത് മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 9 ആയിരിക്കും. നമ്മുടെ ചോദ്യം എന്താണ്? എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രന്നല്ലേ? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രന്നല്ലേ ചോദ്യം? സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോ ഉള്ള പ്രസന്റ് കണ്ടീഷനിലെ മകന്റെ വയസ്സ് അറിയാൻ മകന്റെ റേഷ്യോ ആയ 1 എഴുതി ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 9ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 8 ആണ്. ഇൻറ്റു എത്ര വർഷത്തിന് മുമ്പേ? 5 വർഷത്തിന് മുമ്പേ. 5 വർഷത്തിന് മുമ്പേ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം 4 9ഉം തമ്മിലുള്ള വ്യത്യാസം അത് 5. ഈ 5 വെട്ടിപ്പോയി. നമ്മളെ ആൻസർ കിട്ടി 8. ഓപ്ഷൻ എ 8 എന്ന്. കണ്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്തതാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പൊ പഠിച്ച ഒരു 2 ടൈപ്പ് അല്ലേ? ഇത്ര വർഷത്തിന് മുമ്പേ, ഇത്ര വർഷത്തിന് ശേഷം. അത് ഇന്ന് കുറച്ച് വ്യത്യാസം. ഇത്ര വർഷത്തിന് മുമ്പേ, ഇത്ര വർഷത്തിന് ശേഷമുള്ള റേഷ്യോസ് അറിയാമെങ്കിൽ എങ്ങനെ നമുക്ക് ഇപ്പോൾ ഉള്ള വയസ്സ് കണ്ടുപിടിക്കാം? അങ്ങനെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം പറഞ്ഞു വരാം. ചോദ്യം ഇങ്ങനെയാണ്: 8 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടി. 6 വർഷം കഴിഞ്ഞാൽ അത് ഇരട്ടിയാകുമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നും കൂടെ, 8 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി 6 വർഷം കഴിഞ്ഞാൽ അത് ഇരട്ടിയാകുമെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണടാ എന്നാണ് ചോദ്യം. ശരി, അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുതി വരും. 8 വർഷം മുമ്പേ എന്ന് പറയുമ്പോൾ 8 years before. അപ്പൊ അച്ഛനുണ്ട് മകനുണ്ട്. 8 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ മകൻ 1 ആണെങ്കിൽ അച്ഛൻ 3. ചുരുക്കി പറഞ്ഞാൽ 8 വർഷം മുമ്പേ അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ അംശബന്ധം 3:1 എന്ന് പറയാൻ പറ്റും. 3:1 ആണേ. 6 വർഷം കഴിഞ്ഞാൽ അതായത് ആഫ്റ്റർ 6 years ആഫ്റ്റർ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഇരട്ടിയാകുന്നതാണ്. അതായത് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഇരട്ടി. അവരുടെ വയസ്സുകളുടെ അംശബന്ധം 2:1 എന്ന് പറയാൻ പറ്റും. ആണേ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? 8 വർഷം മുമ്പേ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. ഇനി 6 വർഷം കഴിഞ്ഞാൽ അത് ഇരട്ടിയാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇരട്ടിയാകും. അങ്ങനെയാണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇനി നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 8 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കണ്ടുപിടിക്കും, 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ 6 വർഷത്തിന് ശേഷമുള്ള അച്ഛന്റെ പ്രായം, അല്ലെങ്കിൽ 6 വർഷത്തിന് ശേഷമുള്ള മകന്റെ പ്രായം കണ്ടുപിടിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെറ്റപ്പിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആണേ. അപ്പൊ ഒന്നും കൂടെ നമുക്കറിയേണ്ടത് എന്താണ്? 8 വർഷത്തിന് മുമ്പേ ഉള്ളതല്ല, 6 വർഷത്തിന് ശേഷമുള്ളതല്ല, ഇപ്പോ ഉള്ള മകന്റെ വയസ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഉള്ള മകന്റെ വയസ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ വയസ്സ് പറയാൻ പറ്റും ആണേ. അപ്പൊ ഒന്നും കൂടെ 8 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെയും പറയാം മകന്റെയും നമുക്ക് പറയാം. ഈ ചോദ്യം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായം പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയും. 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായം നമ്മൾ പറയുകയും 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ റേഷ്യോ 1 ഇൻഡു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1 ഇൻഡു. ഇനി നമ്മൾ നല്ല വൃത്തിക്കൊന്ന് മനസ്സിലാക്കണം ഇവിടത്തെ വർഷങ്ങളുടെ വ്യത്യാസം. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഇവിടെ 6 വർഷത്തിന് മുമ്പ് ആണെങ്കിൽ 6 വർഷം. ഇവിടെ എന്താണ്? പ്രസന്റ് കണ്ടീഷൻ അല്ല പറഞ്ഞിരിക്കുന്നത്. 8 വർഷത്തിന് മുമ്പേ 6 വർഷത്തിന് ശേഷം, 8 വർഷത്തിന് മുമ്പേ 6 വർഷത്തിന് ശേഷം, ഈ പറയുന്ന വർഷങ്ങളുടെ ഗ്യാപ്പ്. അപ്പൊ ഒന്നും കൂടെ 8 വർഷത്തിന് മുമ്പേ 6 വർഷത്തിന് ശേഷം, 8 വർഷത്തിന് മുമ്പേ 6 വർഷത്തിന് ശേഷം വർഷങ്ങളുടെ ഗ്യാപ്പ്. അപ്പുറത്തോട്ടുള്ള 8 ഇപ്പുറത്തോട്ടുള്ള 6, ടോട്ടൽ 14 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് എഴുതും 14 എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം മുമ്പേയും ഒരെണ്ണം ശേഷമാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി പറഞ്ഞാൽ മതി, സംഭവം ഒക്കെയാണ്. അപ്പൊ ഒന്നും കൂടെ അപ്പൊ നന്നായിട്ടൊന്ന് ഐഡിയ നമ്മുടെ കയ്യിൽ വേണം. 8 വർഷത്തിന് മുമ്പേ 6 വർഷത്തിന് ശേഷം ടോട്ടൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ 14 വർഷത്തെ. മാറിപ്പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 14 വർഷത്തെ ഗ്യാപ്പ് ഓൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം. ക്രോസ് ചെയ്ത് വ്യത്യാസം പറയുമ്പോൾ 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം അതെത്രയാണ്? 1. ഇനി വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ 14 കിട്ടി. പക്ഷെ ഇതല്ല നമ്മുടെ ആൻസർ. അപ്പൊ ഈ കണ്ടുപിടിച്ചത് എന്താണ്? 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായമാണ് 14. 8 വർഷത്തിന് മുമ്പേ 14. ഇപ്പൊ എത്ര? നൈസായിട്ട് പറ. 8 കൂട്ടി പറയാൻ പോയി. അപ്പൊ ഒന്നും കൂടെ 8 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായമാണ് മകന്റെ പ്രായമാണ് 14. ഇപ്പൊ ഉള്ള പ്രായം കാണാൻ ഒരു 8ഉം കൂടെ കൂട്ടി പറയാൻ പോയി. 14 8ഉം കൂടെ ചേരുമ്പോൾ 14. 8 വർഷത്തിന് മുമ്പ് 14 ഇപ്പോഴത്തെ പ്രായം കാണാൻ 14ഉം 8ഉം കൂടെ ചേരുമ്പോൾ 22 വയസ്സെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ മകന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി 24 എന്ന് പറഞ്ഞിട്ട്. 24 എന്ന് പറഞ്ഞിട്ട്. അപ്പോ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് പേർക്ക് തെറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഇത്. കഴിഞ്ഞ വർഷത്തെ 2024 LDC എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫേസ് 2 രീതിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഇതേ മോഡലിൽ നിന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു വരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. 8 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം, അച്ഛൻ എന്ന് പറഞ്ഞാൽ മകന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. 6 വർഷം കഴിയുമ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. 8 വർഷത്തിന് മുമ്പുള്ള മകന്റെ പ്രായം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 6 വർഷത്തിന് ശേഷമുള്ള കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ആദ്യം എന്ത് ചെയ്തു? 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായം കാണാൻ 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായം കാണാൻ 8 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ റേഷ്യോ 1, തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം അത് 1, വർഷങ്ങളുടെ ഗ്യാപ്പ് ചാടിക്കേറി 6 എന്ന് എഴുതരുത്. 8 വർഷം മുമ്പേ 6 വർഷത്തിന് ശേഷം ടോട്ടൽ 14 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 14 വർഷത്തെ ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത വ്യത്യാസം നമുക്ക് കിട്ടി 14. ഇനി എങ്ങാനും ഓപ്ഷനിൽ ഒരു 14 ഉണ്ടാക്കി കുറഞ്ഞ അവിടെ കണക്കി, പക്ഷെ 14 ഇല്ല ഭാഗ്യത്തിന്. നമുക്ക് പറയാം ഈ കിട്ടിയത് എന്താണ്? 8 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായമാണ്. 8 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായമാണ് 14. ഇപ്പോൾ ഉള്ള പ്രായം അറിയാം. ഒരു 8ഉം കൂടെ കൂട്ടി നമ്മുടെ ആൻസർ ഉറപ്പിച്ചു 22 എന്ന് പറയാം. 22. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. അപ്പോ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. 2024 LDCക്ക് വന്ന ചോദ്യമാണ്. 2024 ഏറ്റവും ഒടുവിലത്തെ LDCക്ക് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ് ആയിരുന്നു. 2 വർഷം കഴിയുമ്പോൾ അത് 2 മടങ്ങാകും എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം.
ഓക്കെ അല്ലേ? അപ്പൊ ഒന്നും കൂടെ പറഞ്ഞു തരാം. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. ശരി, അപ്പൊ നൈസായിട്ട് നമുക്ക് പേരൊക്കെ എഴുതാം. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ റഹീമാണ്. അപ്പൊ ആദ്യത്തെ ആള് റഹീമാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ രാമു. അപ്പൊ രാമു റഹീമാണേ. അപ്പൊ 4 വർഷം മുമ്പേ, 4 years before, 4 വർഷം മുമ്പേ റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. രാമു ഒന്നാണെങ്കിൽ റഹീം ഒന്നായിരിക്കും. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, 4 വർഷം മുമ്പേ റഹീമും രാമും തമ്മിലുള്ള വയസ്സുകളുടെ അംശബന്ധം എന്ന് പറഞ്ഞാൽ അത് 3:1 ആണ്. 3:1 ആണേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ അത് 2 മടങ്ങാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് 2 years after, 2 വർഷം കഴിയുമ്പോൾ അത് 2 മടങ്ങാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ രാമു ഒന്നാണെങ്കിൽ റഹീം എത്രയായിരിക്കും? ചുരുക്കി പറഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ അംശബന്ധം 2:1 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എടുത്ത് മാറ്റി എഴുതിയിട്ടുണ്ട്. റഹീമുണ്ട്, രാമുണ്ട്. 4 വർഷത്തിന് മുമ്പേ റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ്. 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. ആണേ, നമ്മുടെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ്. ഈ ഒരു സെറ്റപ്പിൽ നിന്ന് നമുക്ക് രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ പറ്റൂല. നമ്മൾ തൊട്ടു മുന്നുള്ള ചോദ്യത്തിൽ പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ രാമുവിന്റെ ഒന്നുകിൽ 4 വർഷത്തിന് മുമ്പുള്ള പ്രായം, അല്ലെങ്കിൽ രാമുവിന്റെ 2 വർഷത്തിന് ശേഷമുള്ള പ്രായം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നിന്ന് ഞാൻ നൈസായിട്ട് പറയും, രാമുവിന്റെ 4 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായം, 4 വർഷത്തിന് മുമ്പേ ഉള്ള 4 years before, 4 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായം പറയാൻ രാമുവിന്റെ 4 വർഷത്തിന് മുമ്പേ ഉള്ള റേഷ്യോ, രാമുവിന്റെ 4 വർഷത്തിന് മുമ്പുള്ള റേഷ്യോ ആയി 1 ഇൻറ്റു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1 ഇൻറ്റു നൈസായിട്ട് നമ്മൾ പറയും 4 വർഷത്തിന് മുമ്പേ 2 വർഷത്തിന് ശേഷം, 4 വർഷത്തിന് മുമ്പേ 2 വർഷത്തിന് ശേഷം, ഇനി 1 മുമ്പേ 1 2 കൂടെ കൂട്ടി പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. 4 വർഷത്തിന് മുമ്പേ 2, ടോട്ടൽ വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര ആണ്? ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത വ്യത്യാസം 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1. എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടി 6. ഓപ്ഷനിൽ ഒരു 6 അവിടെ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഒരു 6 ചിരിച്ചോണ്ടിരിക്കണണ്ട കണ്ടാ? കുറേ ഒരു തെറ്റിച്ചു 6 കറപ്പിച്ചു വെച്ചു. അല്ല, ഇതെന്താണ്? ഇത് 4 വർഷത്തിന് മുമ്പേ ഉള്ള രാമുവിന്റെ പ്രായമാണ് 6. 4 വർഷത്തിന് മുമ്പേ ഉള്ള രാമുവിന്റെ പ്രായമാണ് 6. ഓക്കെ ആണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ 4 വർഷത്തിന് മുമ്പേ 6. അപ്പൊ ഇപ്പൊ പറ, 4 വർഷത്തിന് മുമ്പേ 6, ഇപ്പൊ എത്രയായിരിക്കും? 10 തന്നെ. 4 വർഷത്തിന് മുമ്പേ 6, അപ്പൊ ഇപ്പോഴത്തെ പ്രായം അറിയാം. 4 വർഷത്തിന് മുമ്പേ ഉള്ള പ്രായത്തിന്റെ കൂടെ ഒരു 4ഉം കൂടെ അങ്ങ് ചേർത്ത് പറയും. നമ്മുടെ ആൻസർ 10, ഓപ്ഷൻ സി. ഓക്കെ ആണോ? അപ്പൊ ഇത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി പാളും. വളരെ കെയർഫുൾ ആയിരിക്കണം. ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഇവന്മാരുടെ ഗ്യാപ്പ് അറിയാതെ പോലും 2 എടുത്ത് എഴുതി കളയും. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? 4 വർഷത്തിന് മുമ്പേ ഉള്ളതാണ്. ഓപ്ഷനിൽ അവർ നൈസായിട്ട് ഇട്ടിട്ടുണ്ട്, 6 ഇട്ടിട്ടുണ്ട്. ഓക്കെ ആണോ? 4 വർഷത്തിന് മുമ്പുള്ള പ്രായം കിട്ടുന്നത്. നമുക്ക് ആവശ്യം എന്താണ്? രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഓക്കെ അല്ലേ? അപ്പൊ വളരെ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം. ശരി, നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. 4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടി. 4 വർഷം കഴിഞ്ഞാൽ അത് ഇരട്ടി. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ശരി, പറഞ്ഞു വരാം. അപ്പൊ ഇവിടെയും ഫാദറും സണ്ണുമാണ് അല്ലെ, അച്ഛനും മകനുമാണുള്ളത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 4 വർഷം മുമ്പ്, 4 years before, 4 വർഷത്തിന് മുമ്പേ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങ്. മകൻ 1 ആണെങ്കിൽ അച്ഛൻ 3, അതായത് അവരുടെ വയസ്സുകളുടെ അംശബന്ധം 3:1 എന്ന് പറയാം. ഇനി 4 വർഷം കഴിഞ്ഞാൽ, ആഫ്റ്റർ 4 years അല്ലേ, 4 years ആഫ്റ്റർ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഇരട്ടിയാകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ വയസ്സുകളുടെ അംശബന്ധം 2:1, അല്ലെങ്കിൽ മകൻ 1 ആണെങ്കിൽ അച്ഛൻ എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും. ഓക്കെ ആണോ? അപ്പോ വളരെ കെയർഫുൾ ആയിരിക്കണേ. അപ്പൊ എന്ത് പറയാം നമുക്ക്? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ്? മകന്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. മകന്റെ 4 വർഷത്തിന് മുമ്പേ ഉള്ള, 4 years before ഉള്ള 4 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ വയസ്സ് പറയാൻ പറ്റും. 4 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ റേഷ്യോ അത് 1. ഇന്ന് തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1. വളരെ കെയർഫുൾ. 4 അല്ല, 4 വർഷത്തിന് മുമ്പേ
4 വർഷത്തിന് ശേഷം, 4 വർഷത്തിന് മുമ്പേയും 4 വർഷത്തിന് ശേഷം ടോട്ടൽ എത്ര? ടോട്ടല് 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അതായത് ഇവിടെ 8 നമ്മൾ എഴുതും, ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1. നമുക്ക് കിട്ടി 8 എന്ന് പറഞ്ഞു കിട്ടി. ഇതോ ഒരു 8 ചിരിച്ചോണ്ടിരിപ്പുണ്ട്. ഇതെന്താണ് 4 വർഷത്തിന് മുമ്പേ ഉള്ള മകന്റെ പ്രായമാണ് എത്ര? 8. 4 വർഷത്തിന് മുമ്പേ 8. 4 വർഷത്തിന് മുമ്പേ എത്രയായിരിക്കും പറ. അപ്പൊ 4 വർഷത്തിന് മുമ്പേ മകന്റെ പ്രായം 8 ആണെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രായം ഒരു 4ഉം കൂടെ ചേർത്ത് അങ്ങ് പറഞ്ഞോ അല്ലെ? അപ്പൊ 8ഉം 4ഉം കൂടെ ചേർത്ത് പറയുമ്പോൾ നമ്മുടെ ആൻസർ 12 എന്ന് പറയാം. ഓപ്ഷൻ സി 12 എന്ന് പറയാം. 12 എന്ന് പറയാം. കണ്ടോ? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മളല്ലാതെ എക്സാക്ട് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി നിന്ന ഒരിടത്ത് എത്തൂലെന്നല്ല, കുറെ അധികം സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോ നൈസായിട്ട് ഈ ഒരു സാധനം ഒന്ന് നമ്മൾ അങ്ങ് സെറ്റ് ആക്കി വെച്ചോളണം. ഒരുപാട് സ്ഥലത്ത് നമുക്ക് എന്തായാലും ഒരു വർഷത്തിൽ ഒരു 5ഓ 6ഓ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും ഈ ഒരു ടൈപ്പ്. നന്നായിട്ട് അങ്ങ് പഠിച്ചു വെച്ചോളണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഒരു 2 ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു. 2 ചോദ്യം സിമ്പിൾ ആണ്. അച്ഛന്റെയും മകന്റെയും 10 വർഷത്തിന് മുമ്പേ ഉള്ള വയസ്സുകളുടെ അംശം എന്താ? 3:1. 10 വർഷത്തിന് ശേഷമുള്ള വയസ്സുകളുടെ അംശം എന്താ? 2:2. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് ഫാദർ, ഇപ്പോൾ ഉള്ള അച്ഛന്റെ പ്രായം കാണുക. നമുക്ക് എന്തായാലും ഈ ഒരു സെറ്റപ്പ് വെച്ച് ഇപ്പോൾ ഉള്ള അച്ഛന്റെ പ്രായം കാണാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കാണാൻ പറ്റും. 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കാണാൻ പറ്റും. ശരി, 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കാണാൻ 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കാണാൻ 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ റേഷ്യോ അത് 3 ഇൻഡു തൊട്ട് താഴെയുള്ള നമ്പേഴ്സിന്റെ വ്യത്യാസം 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം അത് 1 ഇൻഡു 10 ചാടിക്കേറി എഴുതരുത്. 10 വർഷം മുമ്പേ 10 വർഷം ശേഷം ടോട്ടൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? 20 വർഷത്തെ. അല്ലെങ്കിൽ 1 മുന്നേ 1 ശേഷമാണെങ്കിൽ 2 കൂടെ കൂട്ടി പറഞ്ഞോ 20 വർഷത്തെ ഗ്യാപ്പ്. ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1 എന്ന് പറയുന്നത് 3 ഇൻറ്റു 20 നമുക്ക് കിട്ടി 60 എന്ന് പറയാൻ കിട്ടി. ഇതാണോ നമ്മുടെ ആൻസർ? ഇല്ല. നമുക്ക് ആവശ്യം ഇപ്പോൾ ഉള്ള അച്ഛന്റെ വയസ്സാണ് 10 വർഷത്തിന് മുമ്പേ 60 ആണ്. 10 വർഷത്തിന് മുമ്പേ 60 ആണെങ്കിൽ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഈ 60ന്റെ കൂടെ 10ഉം കൂടെ കൂട്ടി നമ്മുടെ ആൻസർ പറയും 70. ഓക്കെ ആണോ? അപ്പൊ ഉറപ്പായിട്ട് ഓപ്ഷനിൽ ഈ 60 കാണും. നല്ലൊരു ചോദ്യകർത്താവാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു 60 ഓപ്ഷനിൽ 63. അപ്പൊ ശ്രദ്ധിച്ചോണം, ഈ കിട്ടുന്ന 60 എന്നാണ് 10 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായമാണത് 60. അങ്ങനെയാണെങ്കിൽ 10 വർഷത്തിന് മുമ്പേ 60 ആണെങ്കിൽ ഇപ്പോൾ ഉള്ള അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് എന്തായിരിക്കും? 70. ഓക്കെ അല്ലേ? ഇനി ഒരു 10 വർഷത്തിന് ശേഷമുള്ള പ്രായം ചോദിച്ചാൽ 70. ഇവിടെ 10 കൂട്ടി പറഞ്ഞാൽ മതി, 80 ആയിരിക്കും. പറഞ്ഞു. അടുത്ത ചോദ്യം. 5 വർഷത്തിന് മുമ്പേ അച്ഛനും മകനും തമ്മിലുള്ള വയസ്സുകളുടെ അംശം എന്താ? 3:1. 10 വർഷത്തിന് ശേഷം അത് 2:1. 10 വർഷത്തിന് ശേഷം അത് 2:1. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള അച്ഛന്റെ വയസ്സ് എത്ര? പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഉള്ള അച്ഛന്റെ വയസ്സ് കണ്ടുപിടിക്കും. ശരി, നൈസായിട്ട് പറഞ്ഞു വരാം. നമുക്ക് ഇപ്പോൾ ഉള്ളത് എന്തായാലും കണ്ടുപിടിക്കാൻ പാടാണ്. ഈ ഒരു സെറ്റപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ പാടാണ്. നമ്മൾ ചെയ്യുന്നത് 5 വർഷത്തിന് മുമ്പേ ഉള്ള 5 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ റേഷ്യോ അറിയാം. അതായത് 5 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കണ്ടുപിടിക്കാൻ പറ്റും. 5 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ പ്രായം കണ്ടുപിടിക്കാൻ 5 വർഷത്തിന് മുമ്പേ ഉള്ള അച്ഛന്റെ റേഷ്യോ 3 ഇൻഡു തൊട്ട് താഴെ നമ്പേഴ്സിന്റെ വ്യത്യാസം അത് 1 ഇൻഡു 5 വർഷം മുന്നേ 10 വർഷം ശേഷം 5 വർഷം മുന്നേ 10 വർഷം ശേഷം ടോട്ടല് 15 വർഷത്തെ ഗ്യാപ്പ് 15 ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്ത് വ്യത്യാസം 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1. 3 ഇൻറ്റു 15 നമുക്ക് കിട്ടി 45. ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ കറപ്പിച്ച് വെക്കരുത്. ഇതെന്താണ്? 5 വർഷത്തിന് മുമ്പേ 45. 5 വർഷത്തിന് മുമ്പേ 45. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര? 5 വർഷത്തിന് മുമ്പേ 45 ആണെങ്കിൽ ഇപ്പോ 45 5 വർഷവും കൂടെ കൂട്ടി പറയുമ്പോ ഇപ്പോ ഉള്ള അച്ഛന്റെ വയസ്സെന്ന് പറഞ്ഞാൽ അത് 50 വയസ്സാണ്. 50 വയസ്സാണ്. ഓക്കെ അല്ലേ? അപ്പോ അത്യാവശ്യം ഈ 2 ചോദ്യം ഞാൻ ഒരുമിച്ച് എഴുതി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ടൈപ്പുള്ള ഒരു 4 ചോദ്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറെ നല്ല ടൈപ്പുകളായിരുന്നു. അപ്പോൾ ഒരു ഏജുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കഴിഞ്ഞ 2024 LDC പരീക്ഷയ്ക്ക് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എഴുതി പഠിക്കുക. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്.
അപ്പൊ അതുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം കേട്ടോ, എങ്കിലേ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഫിനിഷായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.